പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും സൂക്ഷ്മമായി പിന്തുടരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കാണ്. ഓരോ വോട്ടും പ്രധാനമാണെന്ന് ഈ വോട്ട് കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. വിശദമായി പരിശോധിക്കാം. BK സുഹൈൽ ചേരുന്നുണ്ട്. ത്രികോണ മത്സരം നടക്കുമ്പോൾ തീർച്ചയായും 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നു. ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങും എന്ന് BJP പറയുന്നു. അതേപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി വിജയം, ഒരു തിരിച്ചുപിടിക്കൽ ഈ മണ്ഡലത്തിലുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അതിന് എത്രമാത്രം ഈ കണക്കുകൾ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി പാലക്കാട് ഒരു പൂർണ്ണമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് വിജയിച്ചത് ഷാഫി പറമ്പിലാണ്. നമുക്ക് നോക്കാം ഓരോ വോട്ട് ശതമാനവും. 41.77% വോട്ടുകളാണ് അന്ന് ഷാഫി പറമ്പിൽ നേടിയത്. 57,559 വോട്ടുകൾ UDF നേടുന്നു. BJP ഏറ്റവും കൂടുതൽ വോട്ട് ഉയർത്തിയ ഒരു സമയം അന്നായിരുന്നു. 40,076 വോട്ടുകളാണ് അന്ന്. ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. 29% വോട്ടുകൾ പാലക്കാട് നേടി. LDF 3-ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷേ അപ്പോൾ BJP-യും LDF-ഉം തമ്മിലുള്ള വോട്ട് ഷെയറിൻ്റെ വ്യത്യാസം വളരെ ചെറുതായിരുന്നു. 1% അടുത്ത് മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭൂരിപക്ഷം അന്ന് 17,483 അപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിന്, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭൂരിപക്ഷത്തിന് തന്നെ ഷാഫി പറമ്പിലിന് അവിടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം. ഇനി തൊട്ടടുത്ത നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ 2021, ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു വോട്ട് ഷെയറിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഭൂരിപക്ഷം വെറും 3,859 ചുരുങ്ങുന്നു. BJP വലിയ നേട്ടമുണ്ടാക്കുന്നു. BJP-യുടെ വോട്ട് ഷെയർ നോക്കുക, 35% മുകളിലേക്ക് 35.34% ഉയരുന്നു. UDF-ൻ്റേത് താഴുന്നു, 38.06 ആകുന്നു. LDF നന്നായി താഴുന്നു, 25.64% LDF-ൻ്റേത് താഴുന്നു. അപ്പോൾ BJP നേട്ടമുണ്ടാക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലെങ്കിലും ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് LDF-ന് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കണക്ക് വെച്ച് നോക്കുക, ഈ ഒരു വോട്ട് ശതമാനം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2000 വോട്ട് UDF-ൽ നിന്നും BJP-യിലേക്ക് മറിയുകയാണെങ്കിൽ ഇവിടെ BJP-ക്ക് ഒരു MLA ലഭിക്കുമെന്നുള്ളതാണ് ഈ വോട്ട് ഷെയർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അത്രയും വലിയ പണിയെടുക്കുന്നത്. RSS അതിൻ്റെ ഏറ്റവും ശക്തമായ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് പണിയെടുക്കുന്നത് ആ ഒരു 2000 വോട്ടുകൾ ഇങ്ങോട്ട് മറിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു BJP എന്നതിനേക്കാൾ കൂടുതൽ മെട്രോമാൻ E. ശ്രീധരനാണ് 2021 മത്സരിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി കണക്കിലെടുക്കണം. അതുകൊണ്ടുകൂടിയാണ് ഒരു ജനകീയ വോട്ടുകൾ കൂടി E. ശ്രീധരന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് 2021 ഒരു ചിത്രം. ആ കണക്കിൽ നിന്നും നമുക്ക് പോകാം. 2024 എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ എത്തുമ്പോൾ പ്രത്യേകിച്ചും ചില പ്രചാരണങ്ങളുണ്ട്. അതായത് BJP-യും UDF-ഉം തമ്മിലുള്ള മത്സരമാകുകയും ഷാഫി പറമ്പിലിന് ഒരു വിജയം അനിവാര്യമാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ BJP വിജയിക്കുമോ എന്നുള്ള ഒരു സന്ദർഭത്തിൽ LDF പ്രത്യേകിച്ചും CPM അവരുടെ വോട്ടുകൾ UDF-ന് നൽകാറുണ്ട്, ഒരു ക്രോസ് വോട്ട് നടക്കാറുണ്ട് എന്നുള്ളൊരു വലിയ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിലെയും പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമായിരുന്നു. LDF-ന്റെ സ്ഥാനാർത്ഥി സൈൻ തന്നെ അത്തരമൊരു കാര്യം പറയുകയും പിന്നീട് പാർട്ടി ആ തരത്തിലുള്ള പ്രസ്താവനകളെ വിലക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നു. അങ്ങനെ ഒരു ക്രോസ് വോട്ട് നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ചിത്രം എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. നോക്കാം നമുക്ക്. UDF കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52,779 വോട്ടുകളാണ് പാലക്കാട് നേടുന്നത്. BJP 43,072 വോട്ടുകൾ നേടുന്നു. LDF 34,640. അപ്പോൾ ഇവിടെ ക്രോസ് വോട്ട് നടക്കുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ, അതായത് A. വിജയരാഘവൻ ഒരു PB അംഗം മത്സരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും പരമാവധി വോട്ടുകൾ അവിടേക്ക് തന്നെയാണ് പോവുക. അവിടെ BJP വിജയിക്കുന്നു എന്നൊരു പ്രതീതിയില്ല. ആ ഘട്ടത്തിൽ പോലും അവിടെ LDF 3-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഈ വോട്ട് ഷെയർ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ, ഈ നിയമസഭാ മണ്ഡലത്തിലെ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ 9,707 വോട്ടുകൾക്കാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വോട്ട് കണക്ക് നോക്കിയാണ് VD സതീശൻ പറയുന്നത് ഒരു 10,000 വോട്ടുകൾക്ക് തങ്ങൾ വിജയിക്കുമെന്നുള്ളത്. നിലവിലെ സാഹചര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ 10,000 വോട്ടുകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതിൽ നിന്നും മാറി മറിയാവുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴില്ല. എന്ന് മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയാണ് BJPക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ട് ഷെയർ നിലനിർത്താൻ BJPക്ക് സാധിച്ചാൽ തന്നെ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാം എന്ന പ്രതീക്ഷ
UDF പങ്കുവെക്കുന്നു. പക്ഷേ ഇതിനെ അട്ടിമറിക്കാൻ ഒരു 12% വോട്ടുകൾ വന്നാൽ മാത്രമേ LDFന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ളത്. പാലക്കാട് മണ്ഡലം ആകെ എടുക്കുകയാണെങ്കിൽ പകുതിയിലധികം വോട്ടുകളുമുള്ളത് പാലക്കാട് നഗരസഭയിലാണ്. 52 വാർഡുകൾ. അവിടെ ഭരണം BJPക്കാണ്. 2 പഞ്ചായത്തുകൾ UDFന്റെ കയ്യിലുമാണ്. 16ഉം 21 വാർഡുകളുള്ള മാത്തൂർ പഞ്ചായത്തും പിരായിരി പഞ്ചായത്തും UDFന്റെ കയ്യിലാണ്. ഒരു പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്ത് മാത്രമാണ് LDFന്റെ കയ്യിലുള്ളത്. അപ്പോൾ ആകെ നോക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരേ പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പാറ്റേൺ തന്നെയാണോ അടുത്ത തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക? പല അട്ടിമറികൾക്കും ഇനി സാധ്യതയുണ്ടോ? അതല്ല BJP 2ാം സ്ഥാനത്ത് തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം.